ചോദിക്കട്ടെ, ചങ്കൂറ്റത്തോടെ ഇവിടെ നിന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വേണ്ടേ പറയുന്നത്? ചേട്ടന് പഴം നന്നായിട്ട് ഹിറ്റ് ആയിട്ടായിരുന്നു ഇവിടെ. ഏതാ പഴം മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ ഏതെങ്കിലും ഒരു ഡയറക്റ്റ് ഹിന്റ് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരാമെങ്കിൽ ഞാൻ 10,000 രൂപ എന്തായാലും തരാം. ഒരു 10 രൂപ വരണമെങ്കിൽ ഒരു ദിവസം ഇൻഡയറക്റ്റ് ആയിട്ട് എന്ന് പറയുന്നത് അത് എൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഒന്ന് ഉണ്ടും തിന്നും കുടിച്ചും സുഖമായിട്ട് കിടന്നുറങ്ങി ആ വീട് കുളമാക്കിയിട്ട് ഞാൻ പോയാൽ മതിയോ? ആ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കറക്ഷൻ നടത്തി ആ വീട് കുറച്ചുകൂടെ മെച്ചപ്പെട്ട വീടാക്കണമെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഒരു നല്ല സജഷൻ തരുന്നത് നല്ലതല്ലേ? അല്ലേ? റോബിൻ പറഞ്ഞേക്കുന്നത് ഈ ബിഗ് ബോസ് ഒരു കാര്യം, ഈ പെട്ടി എടുത്ത് തലയിൽ പോയി റോബിൻ പറഞ്ഞു എന്ന് പറഞ്ഞ സാധനങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞു തീർത്തത്. ഞാനിപ്പോ വന്നു, ഒരു മത്സരാർത്ഥി ആയിരുന്നല്ലോ, വന്നു നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ജസ്റ്റ് ആയിരുന്നല്ലോ, അതുകൊണ്ട് ചോദിക്കുകയാണ്. റോബിന്റെ വിഷയങ്ങൾ മുഴുവൻ ഞാൻ ഇന്നത്തെയും നാളത്തെയും ഹോട്ട്സ്റ്റാർ മുഴുവൻ, കാരണം സംഭവം ഇൻസിഡന്റ് നടക്കുന്നതിന് ഫുൾ ഞാൻ അത് മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ എന്താണ് ഹോട്ട്സ്റ്റാർ വരുന്നത്, എന്താണ് ചാനലിലൂടെ ഔട്ട് വരുന്നതെന്ന് ഞാൻ നോക്കിയതിന് ശേഷം മാത്രം എത്ര പറയണം, എത്ര കൂട്ടണം, എത്ര കുറയ്ക്കണം ഞാൻ തീരുമാനിച്ചു. കാരണം എന്നെ സംബന്ധിച്ച് സത്യസന്ധത, ധർമ്മനിഷ്ഠ, അതിന് യാതൊരു സംശയമില്ല. കാരണം എന്നെ വിശ്വസിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം ജനങ്ങളുണ്ട്. ഇതിനു മുമ്പ് ഇവിടെ ഒരു എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പം നിങ്ങളിൽ കുറേ ചാനലുകാർ എന്നെ നന്നായിട്ട് എഴുതി, പക്ഷേ കുറച്ച് പേര് വളച്ചൊടിച്ച് ഇല്ലാതാക്കി എൻ്റെ തലയിൽ 2 കേസും കൂടെ വെച്ച് തന്നുകൊണ്ട് എനിക്ക് നിങ്ങളെ എല്ലാവരെയും വിശ്വാസം ഇല്ല. അതാണ് സത്യം. നിങ്ങളിൽ കുറച്ച് പേരെയല്ല, മെജോറിറ്റി എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ചേട്ടന് പഴം നന്നായിട്ട് ഹിറ്റ് ആയിട്ടായിരുന്നു ഇവിടെ. ഏതാ പഴം ഉണ്ടോ ഇല്ലെന്ന് ഞാൻ പോയിട്ടൊന്ന് നോക്കട്ടെ. അതുകൊണ്ടായിരിക്കും ഞങ്ങൾ ഒരുമിച്ചൊരു ഫ്ലൈറ്റിലായിരുന്നു. പക്ഷെ അതേ മുമ്പേ ഓടിപ്പോയത് ഇത് പറയാനാണോ അല്ലെന്ന് എനിക്ക് അറിയില്ല. മനസ്സിലായില്ലേ? ഞാനപ്പോ പെട്ടിയൊക്കെ ഇപ്പോഴാ വന്നോ? പെട്ടി ഉണ്ടായിരുന്നു, പെട്ടി ഉണ്ടായിരുന്നു. ഇവിടുന്ന് പെട്ടി എടുത്തില്ല എന്തായാലും. എന്താ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ചങ്കൂറ്റത്തോടെ ഇവിടെ നിന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വേണ്ടേ പറയുന്നത്? അല്ലേ? മീഡിയക്കാരെ കണ്ടപ്പോഴും പോലും ഞാൻ ചോദിച്ചു, അല്ലല്ല, അയ്യോ അതെന്റെ അനിയനല്ലേ. പക്ഷെ ഞാൻ സത്യത്തിന്റെയും ന്യായത്തിന്റെയും ധർമ്മത്തിന്റെയും പാതയിലാണ്. അന്യായമായ ഒരു കാര്യങ്ങൾ ഞാൻ പറയാറില്ല. മനസ്സിലായോ? ഞാനത് നിങ്ങളോട് പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണമായിരുന്നു? അദ്ദേഹം കൂടെ എൻ്റെ കൂടെ നിന്നിട്ട് ഞങ്ങൾ രണ്ടും കൂടെ പറയുമ്പം അദ്ദേഹത്തെ എൻ്റെ മുമ്പ് വെച്ച് പറയണമായിരുന്നു. പുറകെ ഒരാൾ വരുന്നുണ്ട്. എൻ്റെ ബൈബിളിൽ ഒരു വചനമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഹന്നാൻ തോന്നുന്നു, അദ്ദേഹം പറഞ്ഞ വചനം ഇതാണ്: എൻ്റെ പുറകെ വരുന്നവൻ അവൻ്റെ കാല് തുടയ്ക്കാനും ചെരുപ്പ് തുടയ്ക്കാനും വാറ് തുടയ്ക്കാനും പോലും യോഗ്യനല്ലാത്തവനാണ് ഞാൻ. മനസ്സിലായി?